ഒരുപാട് താരനിരകളുള്ള സിനിമകൾ നമ്മൾ കാണാറുള്ളതാണ്. വലിയ വലിയ സ്റ്റാർസിന്റെ ഒക്കെ സിനിമകൾ നമ്മൾ കാണാറുള്ളതാണ്. അതുപോലും ഈ പറഞ്ഞ പോലെ അത്ര നല്ലതാണെങ്കിൽ പോലെ തിയേറ്ററുകൾ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച ഒക്കെ പിടിച്ചു നിർത്തി കാണുന്നുള്ളൂ. പുതുമുഖങ്ങളുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ അത്രയും മാത്രം അല്ലെങ്കിൽ വലിയൊരു റഷ് ഇല്ലാത്തപ്പോഴാണ് കുറച്ചുകൂടെ നിലനിൽക്കുന്നത്. അല്ലാത്തെല്ലാം കുറെ വാഷ് ഔട്ട് ആയി പോവുകയാണ്. അങ്ങനെയുള്ള നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള സിനിമയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, പ്രേക്ഷകർ എന്തുകൊണ്ട് കാണണം? ഞാൻ പറയാം, നമ്മുടെ സിനിമ ഹലോ ഞാൻ പറഞ്ഞു, നമ്മുടെ സിനിമ ഒരുപാട് ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സ്റ്റാർസിന്റെ പടങ്ങൾ മേ ബി ഇനീഷ്യൽ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ബട്ട് കണ്ടന്റ് ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ റീസെന്റ് തന്നെ 2-3 ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ കണ്ടു, ഒരു വീക്കിനുള്ളിൽ തന്നെ തിയേറ്റർ വാഷ് ഔട്ട് ആയി പോയിട്ടാണ്. നേരെ മറിച്ച് അത്ര വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ പടങ്ങൾ കയറി തിയേറ്റർ സക്സസ് ആവുന്നത് നമ്മൾ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് തന്നെയാണ് താരം. നമ്മുടെ സിനിമ വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് പ്രസക്തമാണ്. സോ ആ നിലയിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞങ്ങളാരും ഈ പറഞ്ഞ പോലെ സ്റ്റാർ കാസ്റ്റ് പരിപാടിയൊന്നും ഇല്ലാണ്ട് വന്നിട്ട് നിങ്ങൾ ഇത് കണ്ടേ മതിയാവും എന്നൊന്നും പറയണല്ല, റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് എത്രയും ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഇത് സോഷ്യലി റെലവെന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുക, അതിൽ എന്താണ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുക, അത് മറ്റുള്ളവരിലോട്ട് അതല്ലെങ്കിൽ അടുത്തൊരു ജനറേഷനിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ആളുകളിലോട്ട് വിഷയങ്ങൾ റീച്ച് കൊടുക്കുക, റിക്വസ്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഡയറക്ടറുടെ ലാൽ ജോസിനെ പോലുള്ള ഒരു അത്രയും ലെജൻഡ് ആയിട്ടൊരു ആളെ ഇപ്പൊ ചെറിയൊരു പടത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ വന്നു എന്നും പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ വലിയൊരു പരിചയമൊന്നും ഇല്ലാത്ത ഒരാള് സംവിധാനം ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടായോ, നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു? പരിചയം എന്ന് വെച്ചാൽ ലാലു സാറിനെ മുന്നേ അറിയുന്ന ഒരു ഇതുണ്ട്. അദ്ദേഹം വന്നു ഷൂട്ട് സമയത്ത്, ഞാൻ ബേസിക്കലി എഡിറ്റർ ആണെന്ന് മുന്നേ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം കറക്റ്റ് ഓർമ്മയില്ല, ഒരു 17 കൊല്ലത്തോളം ഞാൻ എഡിറ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ഷോർട്ട് ഫിലിംസ്, ആഡ് ഫിലിംസ്, അവർ ഡോക്യുമെന്ററീസ് അങ്ങനെയുള്ള കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഡയറക്ഷൻ അറിയുന്നല്ല എങ്കിലും എങ്ങനെ ക്യാമറ വയ്ക്കും, എങ്ങനെ ഷൂട്ട് ചെയ്യിപ്പിക്കുന്നുള്ള ചെറിയൊരു അറിവ് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസിലൂടെ കിട്ടിയ ഒരു ഇതുണ്ട്. അപ്പോൾ അതവിടെ വെച്ചു. എന്നിട്ട് ലാലു സാറൊക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും സുഖം ഉണ്ടായിരുന്നത് അവരൊക്കെ ഒപ്പമായിരുന്നു. കാരണം ഞാൻ ചെയ്ത് ശരിയാണോന്ന് എനിക്കോ എന്നോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയും വലിയ ലെജൻഡ് മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് സാറേ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ മോനെ, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതിലേക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ചാലോ എന്നൊക്കെയുള്ള ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം അത്രയും സുഖമായിരുന്നു അത്രയും ലെജൻഡിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ഒരു ടേക്ക് കഴിയുമ്പോഴും ലാജു സാർ ഓക്കെ ആണോ എന്നല്ല ചോദിക്കുക, സിനിമയുടെ ഫേസ് നോക്കും, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി പോവാം അല്ലേ, അത് ഓക്കെ ആണല്ലോ അല്ലേ? അത് ഈ പറഞ്ഞ കറക്റ്റാണ്. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ആ ഷോട്ട് ഞാൻ അവിടെ സ്ക്രീനിൽ കാണുകയാണ്, റിപ്പീറ്റ് ഇട്ട് കാണുന്ന സമയത്ത് ഇതിലൊരു മാറ്റം വരുത്തിയാലോ എന്നുള്ള ചിന്ത വരുമ്പോൾ അതിൽ വിളിച്ച് സാറേ നമുക്ക് പറഞ്ഞിട്ട് എടുത്താലോ എന്ന് പറയാൻ നമുക്കൊരു ചെറിയൊരു മടി ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എൻ്റെ മുഖത്ത് കാണുമ്പോൾ ആ എക്സ്പ്രഷൻ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതേപോലെ നമുക്ക് പറഞ്ഞോടി പോകാല്ലേ, അങ്ങനത്തെ സപ്പോർട്ട് അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ലാൽ ജോസ് സാറ് ശരിക്കും സിൻഡോ ബ്രോനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ പുള്ളിയോട് പറയുകയാണെങ്കിൽ പുള്ളി ചിലപ്പോൾ ഒരിക്കൽ പുള്ളിയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ് എങ്ങനെയാവും ഈ ആക്ഷൻ വിളിക്കാൻ പറ്റേണ്ട ഇങ്ങനെയൊക്കെ തരുന്ന പുള്ളി. കാരണം പേടിയായിട്ട് അപ്പൊ നമ്മളും ആ ഒരു ടെൻഷനിലായിരുന്നു ഇരിക്കുന്നതാണ്. പക്ഷെ പുള്ളി ഒരു പ്രാവശ്യം അവിടെ എന്തോ ഒരു കാര്യത്തിന് മാത്രം മോണിറ്റർ ഒന്ന് നോക്കണം നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും പുള്ളി സംവിധായകനെയാണ് ശരിക്ക് വീക്ഷിച്ചിരുന്നത്. അത് മാത്രമല്ല, ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഷോർട്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് സാറിന്റെ കഴിഞ്ഞു. അപ്പൊ സാറിന് ഓക്കെ വണ്ടി വന്നിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഞാൻ കുറച്ചു നേരം കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ചു നേരം നമ്മുടെ സെറ്റിൽ ഇരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറെ നേരം ഇരുന്ന് നമ്മളോടൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് സെറ്റിൽ നിന്ന് പോയത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം ഞങ്ങളുടെ ഒരു സെമിയിൽ വന്ന് അഭിനയിച്ചു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും തന്നെ സന്തോഷം തോന്നി. ആകട്ടെ, കാണുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? പ്രേക്ഷകരോട് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് പറയാ എന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണണം എന്ന് തന്നെയാണ് ആദ്യം പറയേണ്ട കാര്യം. ഒപ്പം തന്നെ നമ്മുടെ സിനിമ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സമൂഹത്തിൽ നടക്കുന്ന
കാര്യങ്ങളോട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ തന്നെയാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയാകുമ്പോൾ നമ്മൾ സമൂഹം തന്നെയാണ് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. അതൊരു അഭ്യർത്ഥനയാണ്, കാരണം എനിക്കൊരിക്കലും ഒരാളെ നിർബന്ധിക്കാൻ പറ്റില്ല. നമുക്കൊരു അഭ്യർത്ഥനയായിട്ട് വെക്കാം. എല്ലാവരും തിയേറ്ററിൽ എത്തുന്നുള്ള വിശ്വാസം തന്നെയാണുള്ളത്. തീർച്ചയായും എല്ലാവരും എത്തട്ടെ, എല്ലാവരും വിജയമാകട്ടെ. ഇനി ഒരുപാട് സിനിമകൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. സോ മച്ച്, താങ്ക് യു സോ മച്ച്.